എൻ്റെ ഇത് കുത്തിപ്പിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പെണ്ണുള്ളൂ, ഒരു പെണ്ണല്ല. ഒരു പെണ്ണേ ഉള്ളൂ. അതിന് പേരെന്താ? നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കൊണ്ടേട്ടാക്ക ധാരാ ധാരാ എന്നാ സുഖമാണോ? മോളെന്ന് വിളിച്ച കേട്ടില്ലേ? പറഞ്ഞേ ആരാ? അതെന്റെ അനിയത്തിമാരും മാറിപ്പോയോ? പോയി തുണ പോയി തുണ പോയി. അതെ പിടിക്കണ്ട വലം പിടിക്കണ്ടേ. ഞാൻ പറയാം അമ്മ കയറിക്കോളും, നിങ്ങൾ പിടിക്കണ്ട, നിങ്ങൾ പിടിക്കണ്ട. അമ്മേനെ കൊണ്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്തൊന്ന് പോയതാണ്. പോയിട്ട് വന്നാണ്. അവിടെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വൈറ്റാമിനും ഗ്യാസിൻ്റെ ഒക്കെ മരുന്ന് തന്നു. ഡോക്ടറൊന്നും പറഞ്ഞില്ലേ, ഭയങ്കര കോമഡിയാണ്. ഡോക്ടറെ അടുത്ത് ഭയങ്കര കോമഡിയായിരുന്നു. പോയതാ അത് അവിടെ എവിടെ പോയ കാര്യങ്ങൾ തോന്നിയ ആളോട് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞു? ഡോക്ടർ ഞാൻ കാണാൻ തന്നില്ല. ഇല്ല, ചാടി പോന്നോ? പിന്നെ പോകുമ്പോ ശരീരമെല്ലാം വേദന. പനിയായിരുന്നോ? ശരീരവേദനയായിരുന്നു. ശരീരവേദനയല്ലേ? ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ ഓരോന്ന് വരും, പക്ഷെ മരുന്ന് കഴിക്കുമ്പോ അങ്ങ് മാറും. വെള്ളം കുടിക്കണം. മോണ രാവിലെ കഴിച്ചല്ലേ? അമ്മയ്ക്ക് വല്ലതും കഴിച്ചോ? ഉച്ചക്കാണോ? രാവിലെ ഒന്നും കഴിച്ചില്ല. കഴിച്ചോ? വയറ്റിൽ വേദനയാണോ? ഉണ്ടോ? രാവിലെ കഴിച്ചു. ചക്കയല്ല, ഓട്സ്. ഓട്സ് അല്ലേ കഴിച്ചത്? ചക്ക ഇല്ലല്ലോ. ചക്ക തിന്നോ? ചക്ക ഉച്ചയാകുമ്പോൾ 12-12 ആകുമ്പോൾ അമ്മച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മച്ചിയുടെ മോളല്ലേ ഞാൻ? അവളാണോ? ആ, എൽസി. എൽസിയാണ്, എൽസി. ആ, അപ്പം അവളെവിടെയാ? ഞാനും അവിടെ 2-3 മാസം അവിടെ ഇല്ലായിരുന്നല്ലോ. 4 മാസം അവിടെ ഇല്ലായിരുന്നു. ഇവിടെയോ? എവിടെയായിരുന്നു? ഞങ്ങളവിടെ ഉണ്ണിയുടെ വീട്ടിൽ, ഉണ്ണിയുടെ അടുത്ത് പോയായിരുന്നു ഓസ്ട്രേലിയക്ക്. അവിടെ തന്നെയായിരുന്നു. ചുമ്മാ കൊച്ചുങ്ങളും ഉണ്ടായി, ഒരു മോനും കൂടെ ഉണ്ടായി. അതിനെ നോക്കാൻ പോയതല്ലേ. അവിടെ എന്നാൽ വേറെ ആരുമില്ലേ? വേറെ ഇല്ല, അവർ 2 പേരും തന്നെയല്ലോ ഉള്ളു. അപ്പം പെണ്ണുങ്ങൾ വന്നു. അപ്പം പെണ്ണുങ്ങൾ അവരാ? ആ, അവനും അവൻ്റെ വൈഫും അല്ലേ ഉള്ളു. അവർക്ക് ജോലിയുണ്ടോ? ജോലിയുണ്ട്. ഇപ്പം അവർ വന്നില്ല, അവരവിടെയാ. ഞങ്ങളിങ്ങ് പോകുന്നതാ. അവർ ഓസ്ട്രേലിയയിൽ. അവിടെയാണ്. അവിടെയാണ് വഴിയാ. വലിയ അകലമൊന്നുമില്ല, വലിയ വഴിയില്ല. ഇല്ല, ഇഷ്ടം പോലെയാ, ഇഷ്ടം പോലെ വഴിയാ അവിടെ ഉള്ളത്. ഇവിടുത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, തണുപ്പാണ്. ചൂടും തണുപ്പും മഴയെല്ലാം ഉണ്ട്. മൾട്ടിവിറ്റാമിൻ നമ്മളൊന്നും ഒന്നും കൊടുത്തില്ല. അത് മൾട്ടിവിറ്റാമിനാണോ? ഇന്നലെ കൊടുത്ത അത്രേ ഉള്ളൂ.
ഓമ്പല്ലൂര്. ഓമല്ലൂരല്ലേ നമ്മളിവിടെയല്ലേ? ഇത് മീറ്റാണ്. 32,000 കൊടുക്കും. ചാർജ് കൊടുത്താൽ മതിയായിരിക്കില്ലേ? മണ്ണിന് കൊടുക്കണ്ടല്ലോ. അന്ന് കൊടുക്കണ്ട. അവർക്ക് റിമൂവ് ചെയ്ത് കിട്ടാന്നുള്ളത് അവരുടെ ആവശ്യമല്ലേ. നിങ്ങൾ എത്ര പേര്? പെണ്ണുങ്ങൾ ഒരാളല്ലേ ഉള്ളൂ? നീ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് എല്ലാം മറന്നു പോയല്ലോ. ഞാൻ ഓർക്കുന്നില്ല, അവളെ കാണാതിരിക്കണോണ്ട്. വല്ലപ്പോഴൊക്കെ ഒന്ന് കണ്ടെങ്കിലല്ലാതെ ഇതിപ്പോൾ 6 മാസം കൂടി വന്ന് കാണിയല്ല. പിന്നെ എങ്ങനെ മനസ്സിലാകണം? ആളിനെ അറിയാൻ പറ്റും. 4 മാസമല്ലേ ആയുള്ളൂ കാണാതെ ഇരുന്നിട്ട്. 4 മാസമല്ലേ കാണാതെ ഇരുന്നിട്ട്. അത്രയായില്ലേ? ഇല്ലാഞ്ഞോണ്ടല്ലേ? അത്രയായില്ലേ? അത് ശരിയാ. അത്രയാകുമ്പോൾ നമുക്ക് ഓർമ്മ പറഞ്ഞ് ശരിയാവും കേട്ടോ. മരുന്ന് കഴിച്ചു. ഇനി പ്രശ്നങ്ങളെല്ലാം തീർന്നേ. വേദന എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പോകാനാണ് തീർന്നു. മരുന്ന് ആണോ? മരുന്ന് കൊണ്ട് എല്ലാം തീർന്നു. നീ സുഖമായിട്ട് നടക്കണേ. വലിയ വേണ്ടല്ലോ. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ സുഖമാണോ വരെ? ഇവിടെയോ? ഇവിടെ ചൂടല്ലേ? ചൂടായ പാടാം. ഇവിടെയുണ്ട്. അവള് പോയേ? ഈ വെള്ളമൊക്കെ പറ്റി പോവോ? അവർക്ക് ക്ലാസ് ഉണ്ടോ? കുടിവെള്ളമൊക്കെ കുടിവെള്ളം ഉണ്ട്. മോട്ടർ കേടായിരിക്കും. അത് പറ്റി പോവോ? ഇല്ല, പറ്റത്തില്ല. ഇല്ലേ? അത് നമ്മൾ മാത്രം വരാനുള്ളായിരിക്കും. പലരും കൂടിയാ പോകും. പിന്നെ വണ്ടി വെച്ചിട്ട് കൊണ്ടിട്ടേക്കാം. മറ്റു നമ്മളെ ആൾക്കാർ വന്നാൽ ഇല്ല ചേച്ചി, ഞങ്ങള് രാവിലെ എല്ലാരും കഴിച്ചു. അവർക്ക് പ്രായമൊക്കെ ആയി. ഇല്ലെങ്കിൽ പഴയക്കൊണ്ടൊന്നും പറ്റില്ല. അതെ, ഓർമ്മക്കുറവൊക്കെ. പിന്നെ പെൺപിള്ളേർ എത്ര പേരുണ്ട്? എവിടെയാ? നിങ്ങൾ ഞങ്ങളുടെ ഒരാൾ ഒന്നുമല്ലോ. ആഹാ. പിന്നെ എവിടെ കെട്ടിച്ചിരിക്കണം? മരങ്ങാട്ടോല്ലേ? കുഴപ്പമില്ല നമ്മളെ. കുഴപ്പമില്ല. ഇല്ലേ? പിള്ളേരുണ്ടോ? പിള്ളേർ 2 പേര്. അവനവരുടെ ജോലിയുണ്ടോ? അവർക്ക് ജോലിയുണ്ട്. ഒരാൾ പഠിക്കുന്നു, ഒരാൾക്ക് ജോലിയുണ്ട്. മോക്ക് ജോലിയുണ്ടോ? എനിക്ക് ജോലിയില്ല. പിന്നെ അവൻ്റെ ജോലിയുണ്ടോ? ഗവൺമെൻറ്റിലാണോ? അല്ല ഇല്ല, പ്രൈവറ്റില്ല. അതിൻ്റെയൊക്കെ ശമ്പളം കുറവല്ല. അതെ. ഇവിടെ അമ്മയും ചാച്ചനൊക്കെ ഇല്ലേ? ഇല്ല, അവർ മരിച്ചുപോയി. ചാച്ചനോ? അമ്മയുണ്ടോ? അമ്മയും പോയി. അമ്മയ്ക്ക് നടക്കാവോ? ഇല്ല ഇല്ല, നടക്കത്തില്ല. ഒക്കെ മരിച്ചു പോയിന്ന്. നടക്കത്തില്ലേ? നിനക്ക് പള്ളിയിലാക്കിയേക്കോ? പള്ളിയിൽ ഇല്ലേ? ഭക്ഷണം കഴിക്കോ? അവർ മരിച്ചു പോയില്ലേ? മരിച്ചു പോയി. ആ, അത് എന്നാ? അവർ മരിച്ചിട്ട് 3-4 വർഷമായി. അത് ശരി. അത് വില കിടക്കുമായിരുന്നു. കടന്ന് കുറച്ച് നാള് പിന്നെ പോയി. ആഹാരമൊന്നും കഴിക്കാതെ ഞാൻ ആഹാരമൊക്കെ കോരി കൊടുത്തു. രോഗം എന്നായിരുന്നു? രോഗം ഇത് ഓർമ്മക്കുറവായിരുന്നു. പിന്നെ തളർന്നു പോയി. രക്തത്തിൻ്റെ ഇല്ല കലരാൻ പറ്റിയാണ്. രക്തത്തിൽ പലതും കുറവ് ഓരോ പ്രായം വരുന്നത്. വരാം. ഒരുമാതിരിയുള്ള ഭക്ഷണം കഴിക്കത്തില്ല, മരുന്ന് കഴിക്കത്തില്ല, ഒന്നും പിടിക്കാൻ. കൊച്ചരിങ്ങിയ കുറച്ച് കൂട്ടായി കല്യാണത്തിന് ക്യൂട്ടായി ഒരുങ്ങി നിൽക്കുവാണെന്ന്. ഇതാരാ? എനിക്കറിയില്ല. ഇവിടെയാ? ഇവിടെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ 1 മാസമായില്ല. 1 മാസമായി ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ആയിട്ടാണ്. എന്നാലും ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കും. അമ്മ എവിടെയെങ്കിലും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അറിയാഞ്ഞല്ലേ. അവളുടെ വീട് ഇതാണ്. അവളിപ്പോൾ താമസിക്കുന്നത് ഓസ്ട്രേലിയയിൽ. ജോലിയുണ്ടോ? ജോലിയില്ല, അവള് പഠിക്കുന്നില്ല. കൊച്ചല്ലേ അവള് പഠിക്കുന്ന?
ജോലിയായില്ല. ഇല്ല ഇനി ജോലി അവിടെ പഠിച്ച് കുറേ വർഷങ്ങൾ കഴിയണം ജോലിയാകണം. ഇടയ്ക്ക് ജോലി ചെയ്യാം. ഒന്നും ജോലിയില്ല. ജോലിയില്ല, അത് നമ്മളെ ഇല്ലല്ലേ. നല്ല ശമ്പളമൊന്നുമില്ല അവർക്ക്, പൈസയൊന്നും. അവളുടെ പൈസ വന്നിട്ട് വേണം നമുക്ക് മരുന്ന് മേടിക്കാൻ, പൈസ മേടിക്കാനായിട്ട്. അവള് ജോലിയായിട്ട് അല്ലേ? അതായത് അമ്മയുണ്ടോ എന്ന് ആർക്കറിയാല്ലേ? ഒന്നുമില്ല. ആദ്യത്തെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടാക്കണം. വണ്ടി നമ്മുടെ വണ്ടിയല്ലേ. എവിടെ പോയതാ? ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നതല്ലേ. കല്യാണത്തിനോ? മുത്തുകല്യാണമല്ല, കെട്ടുകല്യാണം. എവിടെയാ? മണ്ണാർപ്പാറ മാൽമട്ടം. അവിടെയാണോ? മണ്ണാർപ്പാട് ഇടവകയുണ്ടോ? പിന്നെ ഇടവകയുണ്ട്, അമ്മച്ചിയുടെ ഇടവകയല്ലേ. എൻ്റെ ഇടവകയാണ്. ഞങ്ങളുടെ മൊത്തം ഇടവകയല്ലേ. അവിടെയുള്ള എല്ലാവരുടെയും. പെരുന്നാളിന് പോയായിരുന്നല്ലേ? മണ്ണാർപ്പാറ പെരുന്നാളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് ഡിസംബറിലല്ലേ? ഡിസംബറിൽ. ഡിസംബർ തീരുന്നു. ആദ്യം പെരുന്നാളൊക്കെ അലക്കുവാണ് തുണി. അതാരാ അലക്കുന്ന കഴിച്ചു? വാഷിംഗ് മെഷീൻ ഇല്ലേ? ഉണ്ട്, രണ്ടും ഉണ്ട്. പിള്ളേര് 2 പേര്. എന്നാ പ്രായമൊക്കെ ആയി എനിക്ക്. പഠിത്തം കഴിഞ്ഞ പഠിത്തമൊക്കെ കഴിഞ്ഞു. പിള്ളേരെ കെട്ടിക്കാറായി. ഒരാളെ കെട്ടി. എൻ്റെ പിള്ളേര് കുഴപ്പമില്ല. ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഒരുത്തൻ നേഴ്സിംഗ് പഠിക്കണം, ഒരുത്തൻ നേഴ്സിംഗ് പഠിക്കുന്നു, ഒരുത്തൻ ജോലി ചെയ്യുന്നു. അപ്പു ഉണ്ണിയില്ലേ? അപ്പു ഉണ്ണി ആ, അവൻ അവിടെ ഏതാണ്ട് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഉണ്ണി അപ്പു പഠിക്കുന്നു. എനിക്ക് മധുരം നല്ല മധുരം. നല്ലതാണോ? നല്ല വില കുഴപ്പമുണ്ടായി. ലഡുവിന് വലിയ വിലയൊന്നും കൊണ്ടത്തിൽ എത്ര രൂപ കൊടുക്കണം അറിയത്തില്ല. ആരാ മേടിച്ച? ബെന്നി മേടിച്ചാൽ. അമ്മതല്ല. അതെ, അവളെവിടെയല്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ പറഞ്ഞു. എൻ്റെ ആങ്ങളുടെ മോള്. എന്നിട്ട് ആങ്ങളമാരെ എത്ര പേരുണ്ട്? 3 പേര്. 3 പേര് കല്യാണം കഴിച്ചു. 3 പേരും കിട്ടി. ആൾക്കാരും ഇവിടെ ഉണ്ടല്ലോ. പിള്ളേർ അമ്മയ്ക്കും ചാച്ചനും ജോലിയുണ്ടോ? ആർക്കാ? അമ്മയ്ക്കും ചാച്ചനും. അമ്മയ്ക്കും ചാച്ചനൊന്നും ജോലിയില്ല. അവരൊക്കെ പഴമ വെച്ചിരുന്നതല്ലേ. അവര് പ്രായം ചെന്നവരല്ലേ. അതെ, പഴയ ആൾക്കാരല്ലേ. അവരെ കൊണ്ട് ഇപ്പം ജോലി ചെയ്യാനും പഠിത്തത്തിലൊക്കെ അന്നത്തെ കാലം പഠിത്തത്തിനും വ്യത്യാസമില്ലേ. ക്ഷീണമൊക്കെ മാറിയ മരുന്ന് ചെന്നപ്പം. ക്ഷീണം മാറിയ മരുന്ന് ചെന്നപ്പം. ക്ഷീണമുണ്ട്, നടക്കത്തില്ല. അടുവേദന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. ആഴ്ച കഴിയുമ്പോൾ മാറി എടുക്കാനും പറ്റില്ല. ഒന്നും എടുക്കണ്ടല്ലോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പണിയുള്ളതല്ലേ അല്ലേ? ആടുണ്ട്, പശുവുണ്ട്, എല്ലാം നോക്കണ്ടല്ലേ. പശുവിനെ ആടിനെയൊക്കെ നോക്കണ്ടല്ലേ. പിന്നെ മക്കളുടെ പള്ളിയിലാണ്. എവിടെയാണ്? ഞങ്ങളവിടെ ഞങ്ങളുടെ പള്ളിയിൽ. നിങ്ങളുടെ പള്ളി എവിടെയാണ്? പാലക്കാട്ടുമല. പാലക്കാട്ടുമലയിൽ. അവിടെയാണോ? ജോമോള് വരുന്നുണ്ടല്ലേ? ഇപ്പോൾ ഒത്തിരി പോകണ്ടേ? ഇപ്പോൾ ഒത്തിരി പോകണ്ടേ? കുറേ പോണം. വണ്ടി അല്ല, പള്ളി തൊട്ടടുത്ത ഞങ്ങളുടെ. വണ്ടിക്കാണോ പോകണം? ഇല്ല, നടന്നു പോകാനോ. നമുക്ക് വേണോ? ഇല്ല, എനിക്ക് വേണ്ട. അമ്മച്ചി കഴിച്ചു. ആങ്ങളമാർ എത്ര പേരുണ്ട്? ആങ്ങളമാർ 3 പേര്. കല്യാണം കഴിച്ച എല്ലാവർക്കും മക്കളുമായി. എല്ലാവർക്കും പിള്ളേരും ഉണ്ട്. അവർക്ക് ജോലിയുണ്ടോ? ജോലി ആയവരാരുമില്ല. ആഹാ,
അത് ഞങ്ങളുടെ വലിയ അവർ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുമല്ലേ. ജോലി ഇല്ലാത്തൊരു വളരെ കുറവാണ് ആണുങ്ങൾ. പഠിച്ച് ജോലി ആകട്ടെ. നിങ്ങൾ എത്ര പേരാ? ഞങ്ങളോ? ഞങ്ങൾ 4 പേരല്ലേ. 4 ആണും പെണ്ണുമായിട്ട്. ആണുങ്ങൾക്ക് ജോലിയുണ്ടോ? ആണുങ്ങൾക്ക് 2 പേർക്കുണ്ട്. ഉണ്ടോ? ഗവൺമെൻറ് വേണം. ഒരാൾ ഗവൺമെൻറ്റിൽ. അവർ കെട്ടിയവന്മാരാ? കെട്ടിയവന്മാരിവിടെ ഉണ്ട്. അല്ല അവർ ജോലിയൊന്നും അവർക്ക് 2 പേർക്കുണ്ട്. ഉണ്ടോ? നേഴ്സാണോ? 2 പേര് നേഴ്സ്. ചാട്ടിലൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും അവർ പോയി. അവർ മരിച്ചു പോയി. 2 പേരും പെണ്ണു. ആഹാ. പ്രായം ചെന്നവരാരും ഇല്ലല്ലോ. ഇവയൊക്കെ ഉള്ളൂ അവിടെ. കപ്പയോ? ഇല്ല, കപ്പയൊന്നുമില്ല. വാങ്ങിക്കണം. ഒന്നുമില്ലേ? മേടിക്കണം. മേടിച്ച് ഓ, തിന്നണമെന്ന് തോന്നുമ്പോൾ ഇച്ചിരി മേടിക്കും. നമുക്ക് തിന്നാനുള്ള കപ്പ ഏറ്റവും ഉണങ്ങി വേറെ വെക്കാൻ പറ്റില്ല. അതൊക്കെ പണ്ടല്ലേ. ഇപ്പം ആരാ കപ്പ ഇടുന്നു? തലയില്ലല്ലോ, റബ്ബർ വെച്ചേക്കല്ലേ. ചട്ടേനെ എന്താ വെച്ച് സ്ഥലത്ത് റബ്ബറാ. പിന്നെ ഒരു പണിയും തടയ്ക്കുക. നല്ലത് പിന്നെ. ആണോ? ഒന്നാണ് കഴിച്ചു. ഒന്നാണ് തരാം. അമ്മച്ചി കഴിച്ചു. ഒന്നാടെ കഴിച്ചു. വേണ്ട, ഇത് മതി വേറെ. ഒന്നാടെ കഴിച്ചു. നല്ലതല്ലേ? ഞാൻ അവിടെ പിള്ളേർക്ക് കൊടുക്കട്ടെ. പിള്ളേരിവിടെ ഇല്ല. എല്ലാവരും വലിയവരാ. എല്ലാവരും പിള്ളേരായിട്ടേ ഉള്ളൂ. അവനെ വിവാനേ ഉള്ളൂ. അല്ല, അവരൊക്കെ പഠിച്ചിരിക്കുമല്ലേ. പിന്നെ അവർ പഠിച്ചോണ്ടിരിക്കുക. എല്ലാവരും പറ്റിയതൊക്കെ ജയിച്ചില്ലേ. സത്യം കഴിച്ച് ഡിഗ്രിക്ക് പഠിക്കുമല്ലേ. ആ, എൻ്റെ ഇത് പൊട്ടിപ്പൊട്ടണിയായിട്ടാണ്. എത്ര നേരമായി ഇതും പൊട്ടണിക്കാണ്. പിന്നെ എലിക്കുട്ടിയമ്മേനെ കാണണ്ടേ? എലിക്കുട്ടിയമ്മേനെ കാണണ്ടേ? പിന്നെ എലിക്കുട്ടിയമ്മേനെ കാണണ്ടേ? എന്നാ ചെയ്യേ? എലിക്കുട്ടിയമ്മേനെ കാണണ്ടേ? അതിന് വേണ്ടിയാ. കാണാനോ? ആ, ആരെ? എലിക്കുട്ടിയമ്മേനെ. എലിക്കുട്ടിയമ്മേനെ കാണാനോ? ആ, എന്നിട്ട് ഞാനെന്നാ പുറത്തുനിന്ന് വന്നാണോ? ആ, അമ്മ പുറത്തല്ലേ, വീട്ടിൽ പോയില്ലല്ലോ. വീട്ടിൽ നിന്ന് വന്നാന്നല്ലേ പറഞ്ഞേ? വീട്ടിൽ നിന്ന് വന്നതാന്നല്ലേ പറഞ്ഞേ? ആ, വീട്ടിൽ പോയൊന്നുമില്ല. ആ, വീട്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റുമോ? വീട് വലിയ അകലാണോ? ആ, എന്നാലും കാണണ്ടേ? ഇപ്പോഴും വരികയല്ലോ. ഇന്ന് വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഈ വീട് ഞങ്ങളുടെ വീടുമായിട്ട് എന്നാ അകലമുണ്ടോ? ഇത് അമ്മച്ചിയുടെ വീടാ. ഇല്ല, എന്നാ ഉണ്ട്. അതെ, അങ്ങനെ നഗലുണ്ടോ? ആ, നഗലുണ്ട്. ധാര പറഞ്ഞോ. എത്ര പേരാ? ഞങ്ങൾ 4 പേര്. ധാര ഇത് പെണ്ണും ആണും കൂടെയാണ്. കല്യാണം കഴിച്ചോ? അല്ലേ? നാത്തുമാരുടെ ജോലിയുണ്ടോ? 2 പേർക്കുണ്ട്. പിന്നെ തിന്നാതെ അരിച്ചോണ്ടിരിക്കണെന്ന്. ഇല്ലേ? കുഴപ്പമില്ല. അവരുടെ വീട് കിട്ടിയ ആരുടെയാ? നാത്തുമാരുടെ. നാത്തുമാരുടെ ഒരാളുടെ വീട് അയാൻകുടി, ഒരാൾ അർത്തങ്കിൽ, ഒരാൾ ഇവിടെ തന്നെ. ആണുങ്ങൾ കിട്ടിയിരിക്കണം. ആണുങ്ങൾ കെട്ടിയവരുടെ കാര്യമാണ് പറഞ്ഞത്. ആങ്ങളമാർ കെട്ടിയ കാര്യമാണ് പറഞ്ഞത്. കുടിക്കാൻ വേണം. ഇപ്പം വേണ്ട, വെള്ളം കുടിച്ചോ. ഇനിയിപ്പോൾ പോവുകയേ. എവിടെ? വീട്ടിലേക്ക് പോവുകയല്ലേ. ഏത് വീട്ടിലോട്ട്? അവിടെ ചെന്നിട്ട് വേണ്ട ചായയൊക്കെ ഉണ്ടാക്കാം. ആ, ചായ ഉണ്ടാക്കി കുടിക്കാനാ? നിങ്ങളാരുമില്ല ഇല്ലേ? അവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ജോലിക്ക് പോയോ? ഇതാരാ നടക്കണേ? വില പിടിയുണ്ടോ? ആളെ വില പിടിയുണ്ടോ? എന്നാ ആളെ വില പിടിയുണ്ടോന്ന്? ആര്? ആ, വന്ന നടന്നു പോയ ആളിനി. ആര്? ഇപ്പോൾ ഒരാൾ നടന്നു പോയില്ലേ? ഇവിടെ ആരാണ്? ഒന്ന് പറയാൻ എനിക്കാം. ഇപ്പോൾ ഒരാളങ്ങോട്ടേ നടന്നു പോയില്ലേ? അടുക്കളയിലോട്ടേ ഒരാൾ നടന്നു പോയില്ലേ? അത് വല്ല അറിയുമെന്നാ ചോദിച്ചേ. എന്നാ പറ്റിയ? എലിക്കുട്ടിയമ്മ അറിയുമെന്നാ ചോദിച്ചേ. നടന്നു പോയിട്ട് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ലെന്നേ. ആളിനെ അറിയുമെന്നാ ചോദിച്ചേ. 4 പേരോ?
ആ ആളിനെ അറിയോന്നാ ചോദിച്ചത്. ആരാന്നാ ചോദിച്ചേ. ആ വരുന്നത് ആരാ? ആ വരുന്നത് ആരാ? നേ വരുന്നത് തേങ്ങ നോക്കി. അതില്ല, ഇതാരാ? അവർ പരിചയമില്ലാതെ പരിചയമില്ലേ? എന്തോന്നുമില്ല. അന്തം ബന്ധം ഇല്ലാത്ത ആളാണോ? ആരാ അത്? അവരയിലൊക്കെ ആണെങ്കിൽ പിന്നെ ആ ഇത് അകലിയോക്കല്ല, അകലെ കിടക്കുന്നതല്ലേ? ഇത് മതി. ഇതാരാമേ? താമസിക്കുന്നത് എവിടെയാ? അയാൾക്കുള്ളില്ല. എവിടെയാ? മരിങ്ങാട്ടുപള്ളി. അയ്യോ, അവിടെയാണ്. ഉം. മരിങ്ങാട്ടുപള്ളിക്കാരത് നല്ലതല്ലേ? സാധനത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? എല്ലാ സാധനവും കിട്ടാനും ഇല്ലായിരിക്കും. എല്ലാം കിട്ടും. ഇപ്പോൾ എല്ലാം കിട്ടും. നമ്മുടെ ഇവിടത്തെ പോലെയല്ലേ? ആണോ? പതിനൊന്നരക്കായിരിക്കും. വണ്ടി കൊണ്ടേട്ടാ നമ്മുടെ വണ്ടിയല്ലേ? പിള്ളേർ പോകണം. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ട്? പിള്ളേർ പോകാൻ വരെ ചെയ്യണ വണ്ടിയല്ല അതന്നെ. നമ്മുടെ. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്തുമസ് ഒരു കുഴപ്പമില്ല, നല്ലായിരുന്നോ? പിന്നെ എല്ലാരും കൂടെ കൂടിയല്ലേ? പിന്നെ കൂടാനിപ്പോൾ അറിയാതെ ആൾക്കാരില്ല. പെണ്ണായിട്ടോ ഒരു പെങ്കൊച്ചാകേ ഉള്ളൂ. ആണോ? അതിന്റെ പേരെന്നാമേ? എനിക്കൊരു പെണ്ണുള്ളൂ, ഒരു പെണ്ണല്ല. ഒരു പെണ്ണേ ഉള്ളൂ. അതിന് പേരെന്താ? ആ വിവീന അല്ലേ? വിവീനായി ഞങ്ങൾ വിളിക്കണം. ആണോ? ഞങ്ങൾ വിളിക്കണ എൽസിന്നാ. അവരുടെ പേര് അങ്ങനെയല്ല, അങ്ങനെയായിട്ടേക്കാണ്. പള്ളിയിൽ ആ പള്ളിയിൽ എലിക്കുട്ടിയാ. എലിക്കുട്ടിയാ. ഒരു മൂന്നാലഞ്ച് ആണുങ്ങളുണ്ടായിട്ടൊരു പെണ്ണുണ്ടായിട്ട്. ആണോ? ഞങ്ങൾ വിളിക്കണ എൽസിന്നാ കേട്ടോ. എലിക്കുട്ടിയമ്മയുടെ മകളെ ഞങ്ങൾ വിളിക്കുന്ന എൽസിന്നാ. അങ്ങനെയല്ല, അത് ആണുങ്ങളാണ് എല്ലാം. അല്ല അല്ലേ? പെണ്ണുങ്ങൾക്ക് 4 പെണ്ണുങ്ങൾക്കും 4 പെണ്ണുങ്ങൾ. 4 പെണ്ണുങ്ങൾ അനിയത്തിമാരായിരിക്കും. അനിയത്തിമാർ. അവരൊക്കെ പെണ്ണുങ്ങളെ കൂടുതൽ. ശരിയാ, പെണ്ണുങ്ങളല്ല കൂടുതൽ, ആണുങ്ങളല്ല കൂടുതൽ. ഒരാൾക്ക് ചേട്ടത്തിയനിയത്തിമാർ 4 പെണ്ണുങ്ങളെന്നാ പറഞ്ഞു. 4 പേരല്ലേ? ആരാ? ചേട്ടത്തി അനിയത്തിമാർ, അമ്മച്ചി. ഓർക്കുന്നുണ്ടോ അവരെയൊക്കെ? പിന്നെ പേരെന്ന് പറഞ്ഞു. നമ്മുടെ മകളുടെ പേര് ഞങ്ങൾ എൽസിന്നാ വിളിക്കുന്നത്. എലിക്കുട്ടിയുടെ മകളില്ലേ? ഒന്ന് കിടന്നാലോ? കിടക്കണോ? ആ പോയി കിടന്നോ. ഒരു ക്ഷീണമാണ്. എനിക്ക് കാലാവസ്ഥയുടെ ചൂടല്ല, പിടിക്കുന്നില്ല തന്നെ. വീടല്ലേ? വല്ലയിടത്തുനിന്ന് വീട്ടിലൊന്ന് എത്തിക്കഴിഞ്ഞാൽ സമാധാനം. അതിനാ മേടിച്ചു തന്നെ പരിപാടി? കൊണ്ടുപോകാൻ ആരും അറിയില്ല. കൊണ്ടുപോകാൻ അതിനാ ഞങ്ങളെ ആരും ഇല്ലാതെ എന്നാ? എല്ലാരും ഉണ്ട് അമ്മച്ചിക്ക്. എവിടെ പോയി? കിടന്നോ? എവിടെ പോയി എല്ലാരും? എന്നാ കിടന്നോ? അവിടെ എവിടെ പോയെന്ന് എല്ലാരും? എല്ലാവരും ആ എല്ലാവരും ഓരോ പണിക്ക് പോകും. ആ ഓരോ പണിയല്ലേ? വീട്ടിലായാലും പണിയുണ്ട്, പുറത്തായാലും പണിയുണ്ട്, കന്നുകാലിയുണ്ട്, ആടുണ്ട്. ഇതൊക്കെ നോക്കണം. പിന്നല്ലേ? നല്ല പോരാ. ആ എന്നാ പിന്നെ എലിക്കുട്ടിയമ്മ നടന്നു പോയാൽ മതി. നടന്നങ്ങ് പോയാൽ മതി. അല്ലേ കൊള്ളാം. ഞങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങളൊക്കെ വേണം. എന്നാൽ പിന്നെ അതൊക്കെ നോക്കി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരതൊന്നും നോക്കി. അവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? അവർക്ക് അതിനൊന്നും പറ്റൂല. വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? കിടന്നാ ചെരുപ്പ് വരും. വീട്ടിലേ പെണ്ണുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ 2 അല്ല. ആണോ? 2 പെണ്ണുള്ളൂ. 2 പെണ്ണേ ഉള്ളോ? വീട്ടിൽ 2 പെണ്ണുള്ളൂ. ആ അതാരൊക്കെയാ? പെണ്ണുങ്ങളിൽ ഞങ്ങൾക്ക് വീട്ടിൽ പെണ്ണുങ്ങളിൽ കുറവാ. പിന്നെ ആ ഇത് വേണം ആണുങ്ങളാണ് 4-5 പേര്. വേണം. പുതപ്പ് വേണം. പുതയ്ക്കുന്നുണ്ടോ? വേണ്ട വേറെ ആണുങ്ങള് ഒന്നും വേണ്ട. ആണുങ്ങൾ എത്രയാണ്? ആണുങ്ങൾ എത്രയാണ്? ആണുങ്ങൾ എത്രയെണ്ണ? വീട്ടിലോ? ആ അവിടെയോ? ആ ഇവിടെ 3 ആണോ 4 ആണോ 5 ആണോ നടത്തി. ആണുങ്ങൾ കൂടുതൽ, പെണ്ണുങ്ങൾ കുറവ്. ആ അതാരാ ഒന്ന് വർത്താനം പറഞ്ഞേ? ഇത്ര നേരം വർത്താനം പറഞ്ഞ ആരാ?
ഇത്ര നേരം വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് ആരാ? എന്താ വർത്താനേ പറഞ്ഞുകൊണ്ടിരുന്നത് ആരാന്ന്? വർത്താനോ? ആ എന്നാ വർത്താനം? എലിക്കുട്ടിയമ്മയോട് ഇത്ര നേരം വർത്താനം പറഞ്ഞില്ലേ? എപ്പം? ഇപ്പം ഒരു പെണ്ണ് വന്നിരുന്ന് വർത്താനം പറഞ്ഞില്ലേ? പിള്ളേരില്ല, പെൺപിള്ളേർ പോലെ. ആ ഏത് പെൺപിള്ളേരത്? എലിക്കുട്ടിയമ്മയുടെ മകളല്ലേ ഇത്? അതേ എലിക്കുട്ടിയമ്മയുടെ മകളാ. വർത്താനം പറഞ്ഞത് ആ അങ്ങനെയായിരിക്കും. എൽസി ഇല്ലേ? എൽസി. ഒത്തിരി കൊല്ലം വർഷങ്ങളായതല്ലേ. ആ വർഷങ്ങളായോ? അവരുടെ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞ് പിള്ളേരെയും കല്യാണം കഴിഞ്ഞു. എലിക്കുട്ടിയമ്മ മുതുമുത്ത നിങ്ങളെ കെട്ടിച്ചില്ലേ? പെണ്ണുങ്ങളെയൊന്നും കെട്ടിച്ചില്ല. പെണ്ണുങ്ങളെയൊന്നും കെട്ടിച്ചില്ല. ഇനി ഉണ്ടോ? പിന്നെ പെണ്ണുങ്ങളെല്ലാം കുഞ്ഞുങ്ങളല്ലേ. എത്ര പേരുണ്ട്? പെണ്ണുങ്ങൾ 3 പെണ്ണുങ്ങളുണ്ട്. 3? ആ ആകെ എത്രയാ? ആകെ 3 പെണ്ണുങ്ങൾ. 3 പെണ്ണുങ്ങൾ. എത്ര പേര്? 3. 3 ആ ആണുങ്ങളോ? ആണുങ്ങൾ 5 5? ആണുങ്ങളിലെ കൂടുതൽ, പെണ്ണുങ്ങൾ കുറവല്ല. ആ പെണ്ണുങ്ങൾ കുറവാ. പെണ്ണുങ്ങളെല്ലാം പഠിച്ചോണ്ടിരിക്കുക. കുഞ്ഞുങ്ങളാ. ആണുങ്ങൾക്ക് നല്ല ജോലിയുണ്ട്. ആണുങ്ങളും പഠിച്ചോണ്ടിരിക്കുക. 4-5 പേരാകുമ്പം ജീവിക്കാത്ത കൃഷി കാര്യങ്ങളെല്ലാം നടത്തണ്ടേ? ആ മിക്കവാറും ഇന്നൊന്നും കൃഷി ചെയ്യാൻ ആളില്ല. കപ്പേടിയിലൊക്കെ ഇല്ലേ? ഇല്ല. ഇല്ലേ? കപ്പയുടെ എവിടെയാണ് പറമ്പിരിക്കുന്നത്? കപ്പയുടെ പറമ്പൊന്നുമില്ല. സ്ഥലമില്ലേ? സ്ഥലമില്ലെന്നേ. സ്ഥലമൊക്കെ എന്ത് ചെയ്യും? സ്ഥലമൊക്കെ അവിടെ കിടപ്പുണ്ട്. കപ്പയുടെ എലി കൊണ്ടുപോകും. പണി ചെയ്യാതെ പറ്റുമോ? സ്ഥലം ഉണ്ടാവും. ആ പണി ചെയ്യാണെന്ന് പറഞ്ഞാൽ എലി കൊണ്ടുപോകുന്നേ. അത് ആണുങ്ങൾ ചെയ്യണം പണി. എലിയേ കൃഷി ചെയ്യണം. കപ്പയിലെ എലി കൊണ്ടുപോകുവാ. കപ്പ വേണ്ടേ ആർക്കും? ഇപ്പം ആർക്കും കപ്പ വേണ്ട. ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും കപ്പ വേണ്ട. പിന്നെ എന്നാ കഴിക്കണം? അവർക്ക് ന്യൂട്രീഷൻ ന്യൂജൻ ഫുഡുകൾ മതി. കുഴിമന്തി, അൽഫാം അങ്ങനെയുള്ളതൊക്കെ മതി. കുഴിമന്തിയൊക്കെ മതി. കുഴിമന്തി. 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 കുഴിയില്ലേ? കുഴിയില്ലേ? കുഴി. ആ കുഴിമന്തിയൊക്കെ മതി അവർക്ക്. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് കപ്പയും ചക്കയൊന്നും വേണ്ട. പിന്നെ അവരെന്നാ കഴിക്കണേ പെണ്ണുങ്ങൾ? പെണ്ണുങ്ങളൊക്കെ ഇതുപോലുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. ചപ്പാത്തി, പൊറോട്ട. കപ്പയൊന്നും തിന്നേലേ? ആ കപ്പയൊന്നും ആരും തിന്നിയല്ലേ ഇപ്പം? വേണ്ടേ? കപ്പ തിന്നിയല്ല. ഇല്ല. പിന്നെ എന്നാ അതിന് പകരം കഴിക്കണം? അതിന് പകരം ചപ്പാത്തി, പൊറോട്ട. ചപ്പാത്തി പൊറോട്ട ഒക്കെ കഴിക്കുന്നത്. ചപ്പാത്തി, പൊറോട്ട, അപ്പം. ആ അങ്ങനെയായിപ്പോയി കാലം. കാലം മൊത്തം മാറിപ്പോയി. അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കാഴ്ച ചിലവാ. ആ എല്ലാത്തിനും ചിലവല്ലേ. അമ്മയും ചാച്ചനൊക്കെ അമ്മയിലേ കിടക്കണേ. അവരെന്നാ കഴിക്കണം? അമ്മയും ചാച്ചനും എല്ലാം കഴിക്കും. ഇല്ലേ? അമ്മയുണ്ട്, ചാച്ചനില്ല. അമ്മ എല്ലാം കഴിക്കും. കപ്പയും ചക്കയൊക്കെ കഴിച്ചോളും. അമ്മയുണ്ടോ? ആ അമ്മയുണ്ട്. ചാച്ചൻ മരിച്ചുപോയി. ചാച്ചൻ മരിച്ചുപോയി. ചാച്ചനും മക്കളില്ലേ? ചാച്ചൻ്റെ മക്കളുണ്ട്. അവരൊക്കെ വലുതായോ? പിന്നെ ഇതെല്ലാം കിട്ടിച്ച് മക്കളുമായില്ലേ. ജോലി വല്ലതും ഉണ്ടോ അവന്? ആ ജോലി കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. മകനെ? മകനാ? അവന് ആർക്ക്? അവിടെ നിൽക്കണ മകൻ്റെ മകന്? അവിടെ നിൽക്കണ മകന് വലിയ ജോലിയൊന്നുമില്ല. കൂലിപ്പണിയാ. ജോലിയൊന്നുമില്ലേ? സ്വന്തം പരിപാടികളൊക്കെയാ. വീട്ടിൽ ജോലിയൊന്നുമില്ലേ? ആ വീട്ടിൽ ജോലിയുണ്ട്. കൃഷിയൊന്നുമില്ല. കൃഷിയൊന്നുമില്ല ഇപ്പം. കപ്പേടിയിലും. പിന്നെ എങ്ങനെ ജീവിക്കണം? ഇങ്ങനെ ഓരോ പണികൾ ചെയ്ത് ജീവിക്കുമല്ലേ. കപ്പ ഇട്ടാ ജീവിക്കാൻ പറ്റുമോ? എലി കൊണ്ടുപോവാ. കപ്പ എലി കൊണ്ടുപോകുവാ. എലിയേ തുരപ്പൻ വന്ന് മുഴുവൻ കൊണ്ടുപോകും. തുരപ്പൻ എലിയില്ലേ? എലി. ആ തുരപ്പൻ എലി വന്ന് മുഴുവനും മാന്തിക്കൊണ്ടുപോകും. കിഴങ്ങ് ആകാൻ തുടങ്ങുമ്പോഴേ കൊണ്ടുപോവുക. അപ്പന് ജോലിയുണ്ടോ? അപ്പനും ജോലിയൊന്നുമില്ല. അമ്മയ്ക്കും അപ്പനും ആർക്കും ഇല്ലല്ലോ. അതെങ്ങനെ കുടുംബം കഴിയണം? കുടുംബം ഓരോ കൂലിപ്പണികളെടുത്ത് ജീവിക്കുമല്ലേ. ഓരോ കൂലിപ്പണികളൊക്കെ ചെയ്ത് ജീവിക്കുമല്ലേ. വീട്ടിൽ ഓരോരോ പണികൾ ചെയ്ത് ജീവിക്കുവാന്നേ. വീട്ടിൽ വരുവാനുണ്ടല്ലോ. ആ വീട്ടിൽ നേരത്തെ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം റബ്ബറൊന്നും ഇല്ലല്ലോ. വീട്ടിൽ ആദായം കിട്ടാനുണ്ടോ? ഇപ്പോൾ വെറുതെ ആദായമൊന്നുമില്ല. പിന്നെ എവിടുന്നാ കിട്ടണം? ആ ഇറങ്ങുന്ന കിട്ടാനില്ലെന്നേ.
പൈസ കിട്ടണമെങ്കിൽ ഓരോ തരത്തിലുള്ള വരുമാനം വേണം. ആ ഓരോ പണികൾ ചെയ്തല്ലേ ജീവിക്കുന്നേ എന്നേ, ഓരോ പണികൾ ചെയ്ത് പണികൾ പുറത്തോട്ട് കൊടുക്കാനും വരുമാനം വേണം. ആ വേണം. ഒന്നെങ്കിൽ രാജ്യത്തിനും കൂടാതെ ഓരോ വായും നടക്കും. ആ അതൊക്കെ അതെ. ആ എന്നാൽ ഞങ്ങൾ പോവാ, ഇവിടെ മാറുക, അതെ. അപ്പുറത്തോട്ട് പോവാന്ന്, അപ്പുറത്തേക്ക് പോകുവാന്ന്. പുറത്തോട്ടോ? ഇങ്ങോട്ട് അപ്പുറത്തോട്ട്. അവരല്ലേ അവിടെ വർത്തമാനം പറയുന്നില്ലേ? അവിടെ ആരാ? അവിടെ അമ്മയുടെ മകളുണ്ട്, മരുമകനുണ്ട്. ആരാ? അമ്മയുടെ മകളുണ്ട്. ആരൊക്കെയുണ്ട്? അമ്മയുടെ മകള്. ആരാ അവിടെ പേരെന്നാ? അവിടെ പേരെന്നാ? എന്നാ എലിക്കുട്ടി പറ. അമ്മയുടെ മകളുടെ പേര് അമ്മ പറഞ്ഞേ. ആരാ പേര് പറ, എനിക്കറിയത്തില്ല. വിവിനയോ? വിവീനയൊന്നുമല്ല, വിവീന എന്നാണ് അമ്മയുടെ മകളുടെ പേര്. പിന്നെ പെണ്ണുങ്ങൾ എത്ര പേരാ? പെണ്ണുങ്ങൾ ഒരാളല്ലേ? പെണ്ണുങ്ങൾ ഒരാളാ. ഉണ്ടല്ലോ. ആ മറ്റവരോ? മറ്റവര് അമ്മയുടെ മരുമക്കള്. മരുമക്കൾ 3 പേര്. മരുമക്കൾ 3 പേരും മരുമകനും. എവിടെ? എങ്ങനെയാ പോണേ? എങ്ങനെയാ പോണേ? വീട്ടിലേക്ക് പോകുന്നു. എങ്ങനെയാ പോണെന്ന് ചോദിച്ചേ. എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നതെന്ന്. എതിലെയോ? ആ അതൊക്കെ പോകാനോ അറിയാവുന്നവരെ കൂട്ടിക്കൊണ്ട് പോകും. ആരാ വരാനുള്ളേ? എങ്കിലും കാണും. പിള്ളേര് കാണും. ഏത് പിള്ളേര്? അവർക്കൊക്കെ അറിയാം. പിള്ളേരൊന്നും ഇവിടെ ഇല്ല. ഇപ്പം പിള്ളേർക്ക് അറിയാൻ മേലാത്ത സ്ഥലമില്ല. ആ അത് ശരിയാ. ഗൂഗിൾ മാപ്പ് വെച്ചാൽ പിള്ളേർ എല്ലാ സ്ഥലവും ഏത് സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് പോകും. ആ കട്ടില് വെട്ടിയൊക്കെ കൊണ്ടുപോകും. വെട്ടിയെ കൊണ്ടുപോകണം. ലോറി വിളിക്കട്ടെ? വീട്ടിലേക്ക്. എന്നാ ലോറി വിളിക്കണല്ലോ. ലോറി വിളിക്കണല്ലോ. ലോറിയെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വേണ്ടേ? ലോറിയോ? ആ കൊണ്ടുപോകാൻ. ആ ആ പിന്നെ നമ്മൾ രണ്ടുപേരും തന്നെയാവും കേട്ടോ. കിടപ്പയിൽ നേറ്റ് പോന്നോ? വീട്ടിൽ പോകാൻ എന്നോട് പറഞ്ഞേ. വീട്ടിൽ പോവാ, കെട്ടരും വീട്ടിലെടുത്തോണ്ട് പോകണം. അതായത് വീട്ടിൽ പോണ കാര്യം പറഞ്ഞായിരുന്നല്ലോ. കഴിച്ചോ? എടുക്കട്ടെ, ഞാൻ കഴിച്ചോളാം. ധാരൊക്കെ എവിടെ ഇരിക്കുന്നേ? ധാരൊക്കെ എവിടെ ഇരിക്കുന്നേ? ആ നാത്തൂനോ? അനീത്തി ചേട്ടത്തി ഇരിക്കുന്നതൊക്കെയാ? എലിക്കുട്ടിയമ്മയുടെ ചേട്ടത്തി നീതിമാരാണോ ഇരിക്കുന്നത്? എല്ലാരും വന്നല്ലേ? എലിക്കുട്ടിയമ്മയുടെ നാത്തൂന് ആണോ ഇരിക്കുന്നത്? ഇത് നാത്തൂനാണോ? ഇത് നാത്തൂനാണോ? നാത്തൂനാണോ അത്? നാത്തൂനല്ല, മകളാ. ആ ഏത് മകള്? ഏത് മകളാ? ഏത് മകളാ? ആ വീന. വിവീന. അറിയത്തില്ലേ? വിവീന എലിക്കുട്ടിയമ്മയുടെ മകളെ എൽസിന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. അറിയത്തില്ലേ? എൽസിന്നാ ഞാൻ കേട്ടിരിക്കുന്നത് എലിക്കുട്ടിയമ്മയുടെ മകളുടെ പേര്. എൽസിന്നാ ഞങ്ങളെ വിളിക്കാറ് എലിക്കുട്ടിയമ്മയുടെ മകളെ. അറിയത്തില്ല. ആ ഇതന്നെ അവരിപ്പോ ഇങ്ങനെ വന്നതല്ലോ. നിന്നെ അറിയല്ലേ? ആ ആരും അറിയാലോ. അറിയുന്നില്ല. പിന്നെ എങ്ങനെയാ മറ്റുള്ളവരറിയുന്നത്? ഇത്രയും വർഷങ്ങളായിട്ടും അറിയത്തില്ല ഇവർക്കൊക്കെ. ഇവിടെ ഉണ്ടായിരുന്നോ? നമ്മളെ വിളിക്കുകയും പിറക്കൊന്നുമില്ല. കണ്ട എന്നല്ലേ അറിയുള്ളൂ. 6 മാസത്തിലൊന്ന് കാണണ്ടേ? 6 മാസത്തിലൊന്ന് കണ്ടാലല്ലേ അറിയത്തുള്ളൂ. ഒരു 6 മാസത്തിലൊന്നും കാണുന്നില്ല. വിളിച്ചു വരണ്ടെന്ന്. ആ അവര് വന്നോ? അവളോട് ഇതിനെന്താ ഇത്ര ഇറക്കമുള്ളൂ എന്ന്. ഇന്നലെ അവള് വലിയ പാൻറ് ഇട്ട് അത് നിലത്തൂടെ ഇങ്ങനെ ഇഴയുന്നുണ്ടായിരുന്നു. അപ്പം ചോദിച്ചു ഇതെന്നെ ഇത്രയും വലുതിട്ടിരിക്കണേ, നിലത്തൂടെ എല്ലാം ഇഴയുവാണല്ലോ. അപ്പൊ അവള് ചോദിക്കുകയാണ് ചെറുതിട്ടാൽ കുഴപ്പം വലുതിട്ടാൽ കുഴപ്പം ഞാൻ എന്ത് ചെയ്യും? പിടിക്കുന്നതല്ലേ ഒന്നുമില്ല അമ്മച്ചി. പോകും ഇവരൊക്കെ പോകും. അപ്പൊ അവരെടുത്തോണ്ട് പോകും. പോകുന്നു. ആ ആര്? ഇവരൊക്കെ പോകും. അമ്മച്ചി അത് കല്യാണത്തിന് ഗവൺമെന്റ് വന്നതല്ലേ. നിന്നെ കൊണ്ട്? ഞങ്ങളെല്ലാരും കല്യാണം കൂടിയിട്ട് അതിന് വണ്ടി കൊണ്ട് വന്നതാ. എല്ലാരെയും കൊണ്ടാണ്. ആ പ്രത്യേകിച്ച് വല്ലതുണ്ടോ? അവിടെ കല്യാണമല്ല. അതെ. ആൻസിയുടെ മോന്റെ. ആ
മണ്ണാറിന്റെ കുറുപ്പന്തത്തെ ആൻസിയില്ലേ, മണ്ണാർ മാൻമട്ടം മാൻമട്ടം അവിടെയാണോ? കൊച്ചിന്റെ ഉടുപ്പ് നല്ല അല്ലേ? നല്ല ഉടുപ്പ്. എത്ര വർഷം ഇതല്ലേ പേഴ്സിനെടുത്താ സെക്കൻഡ് ഹാൻഡ് ഷർട്ടാണ്. ഇവിടെ ഉള്ളവരാണ് മേടിച്ചിടുവോ? അവർക്ക് എത്ര പിള്ളേർ? സെക്കൻഡ് സേവേഴ്സിന് മേടിച്ച ഷർട്ടാ എടുപ്പാ. അവിടെ പൈസ കൊടുക്കണം. പൈസ പകുതി പൈസ കുറവാ. കുറവാ. അവര് പ്രവീണൊക്കെ അങ്ങനെ പിള്ളേരുടെ ഉടുപ്പൊക്കെ നല്ല ഇഷ്ടം പോയി കിട്ടും. മേടിക്കുന്നതെല്ലാം ഇങ്ങനെ ഇതൊരു $10 ആയിരുന്നു. ആ പക്ഷെ ഇത് അവിടെ മാർക്കറ്റ് ഇത് ഇവിടെ മേടിക്കണ നല്ല പൈസ കൊടുക്കണം. നമ്മുടെ നാട്ടില് അല്ല അവിടെ കടയില് അവിടുത്തെ നമ്മുടെ പുതിയ കടയിൽ സൂപ്പർ മാർക്കറ്റ് പുതിയ കടയിൽ നിന്ന് മേടിക്കണം നല്ല പൈസയാവും. പുതിയതായിട്ട് മേടിക്കണം. ശരീരത്തിന് ഇടും. ആ വണ്ടിയില്ല അതിന്റെ ആയിരിക്കണം. അതാ ഒതുങ്ങിയിരുന്നോളൂ. ഒതുങ്ങിയിരിക്കും. നമുക്കൊരു സുഖമുണ്ട് ഇട്ടത്. എന്നാലും ഒന്നുമില്ലല്ലോ. ആണോ? എന്നാമേ വണ്ടിയില്ലായിരിക്കണം. ഒന്ന് പറയേച്ചി, ഇതേ ആ മകളുടെ വണ്ടി, പിന്നെ നമ്മുടെ സാബുവിന്റെ വണ്ടി. സാബുവിന്റെ ഞങ്ങളുടെ വണ്ടിയാ അത്. ആണോ? ആ അത് ശരി. അതവിടെ കിടക്കുന്ന കണ്ടിട്ടാ. അത് വെച്ചുകൊണ്ട് അത് മാറ്റിയിടാൻ മേല വെയിൽ പൊളി. പോകാനുള്ളതാ. അമ്മേനെ കൊണ്ട് ആശുപത്രി പോയിട്ട് വന്നല്ലേ? അത് എവിടെയാണുള്ളത്? നിങ്ങൾ വീട്ടിലോട്ടല്ലോ പോകും. ആ ഞാൻ അങ്ങ് കൊണ്ടുപോയി. കൊണ്ടുപോകണം. പിന്നെ ഓർമ്മയില്ല. അതേന്നെ ഇവർക്കൊന്നും ഓർമ്മയില്ല. അമ്മയ്ക്ക് ഓർമ്മയില്ല, സത്യ. നമുക്കൊന്നും ഓർമ്മയില്ല. ക്ഷീണമുണ്ട്. പോയി കിടന്ന് ഉറങ്ങാൻ ഉറങ്ങുന്നില്ലേ? പെട്ടെന്ന് സമയമൊന്നും പറഞ്ഞില്ല. ഓരോ അസുഖം ഉണ്ടാവും. അന്നാരെ പോവുകയും ചെയ്യും. ഒരു ദിവസം കിടക്ക പോവുകയും ചെയ്തു. ആരാ? കാരണന്മാർ രോമം കഴിച്ചില്ലല്ലോ, കഴിക്കണില്ലേ? ആരെയും വിഷമിപ്പിക്കുകയല്ല കിടന്ന് അവർ വിഷമിപ്പിക്കാതെയാണോ പോയ എല്ലാവരും? ചേച്ചി 11-നാ തുടങ്ങുന്നത്. ഇവരെവിടെ പോവാമേ? ഇവരെല്ലാം കൂടെ എവിടെ പോവാ? ഇവരെല്ലാം കൂടെ എവിടെ പോവാ? അവരെന്തെങ്കിലും കാര്യത്തിൽ പോകണമല്ലോ. ഞാനിങ്ങനെ അറിയാം. ആണോ? നമ്മുടെ വഴിയൊക്കെ വന്നിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പൊക്കി ഇതെല്ലാം ഒഴിച്ചു പോവും എന്നായിട്ടാലും, അത് വേറെ കാര്യം. നമ്മോട് പറയാതെയാണോ പോയെ? എന്നാ എലിക്കുട്ടിയമ്മയോട് പറയാതെയാണോ പോയത്? പറയാതെയാണോ പോയതെന്ന്? അവർ പറയാനുള്ളവരോട് പറഞ്ഞത് പറയാനുള്ളവരോട് പറഞ്ഞില്ലേ? പറയണ്ട. വഴിയെല്ലാം കൊണ്ട് കണ്ടവനാക്കി ഏതാ ഏതാ ഈ വഴിയല്ല. ആ വഴിയാ വഴിയിൽ നമ്മൾ മണ്ണിട്ടതല്ലേ. വഴിയിൽ അവിടെ ഇച്ചിരി മണ്ണെല്ലാം ഉരിച്ചു പോയായിരുന്നു, അതെല്ലാം മണ്ണ് മാറ്റിയിട്ടതാ, വഴി ലെവലാക്കിയതാ. അപ്പോൾ നമ്മുടെ മരുമകൻ ആൻസിയുടെ നമ്മുടെ പെങ്ങള് ആൻസി ഇവിടെ മകൻ അനുക്കൂട്ടൻ്റെ കല്യാണ പരിപാടിയാണെന്ന്. ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. പോരാത്തുള്ള ജോമോളും ഇവാനും ഏഞ്ചലും ആൽബിനുമാണ്. ഏഞ്ചലും ആൽബിനും ക്ലാസ് ഉണ്ട്. ജോമോൾക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്നു. വിവാന് പരീക്ഷ ആയതുകൊണ്ട് പഠിക്കാനുണ്ട്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ പള്ളി കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുർബാനയുടെ ഭാഗങ്ങളാണ്. നമ്മുടെ ജർമ്മിയെ കുട്ടി ഇറങ്ങി വരുന്നു. ഇവിടുത്തെ പുൽക്കൂടൊക്കെ ഒന്ന് കാണിച്ചേക്കാം. ക്രിസ്മസ് കഴിഞ്ഞ സമയമല്ലേ, ഇവിടുത്തെ പുൽക്കൂട് ഇപ്പം നമ്മുടെ പള്ളിയുടെ ഭാഗങ്ങൾ. ഇവിടുത്തെ പുൽക്കൂട് ഇതാണ്. കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. കുർബാനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. മാനമട്ടം പള്ളിയാണ് കേട്ടോ, മാനമട്ടം സെൻറ്റ് ജോർജ് പള്ളി. ഈ പള്ളിയിലെ പെരുന്നാളുകളൊക്കെ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഭാഗങ്ങളിൽ ഏറ്റവും അവസാനം പെരുന്നാൾ നടക്കുന്നത് ഈ പള്ളിയിലാണ്. ഇവിടുത്തെ പെരുന്നാളാണ് ഏറ്റവും അവസാനം നടക്കുന്നത്. ഇപ്പോൾ ചേട്ടായി ഇവിടുത്തെ ഫുഡ് സിജിമോളുടെ കൊച്ച് ജോമോനോട് നമ്മളുണ്ട്. ഇവന് ജോജി എന്ന് വിളിക്കണ്ട, ഇവനൊരു ജോമോൻകാരനാണ്. പക്ഷേ വീട്ടിൽ വിളിക്കുന്നത് ജോമോൻ എന്നാണ്. ഒരു ഒഫീഷ്യൽ പേര് ജോജിയാണ്. നെടുമ്പഴത്തെ കുഞ്ഞമ്മയുടെ മൂത്തവൻ. ഹായ് പപ്പ എന്തേടി? പപ്പ എന്തേ? അപ്പോൾ ഇവിടെ പപ്പ എന്തേടി? ആരാ
ആരടി വോമിറ്റ് ചെയ്തേ? വാള് വെച്ച് നീയാ? നീ എന്തിനാ വാള് വെച്ചേ? എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി കല്യാണ മണ്ഡപം ഒന്ന് നോക്കിയേക്കാം. ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗങ്ങളൊന്ന് കാണാം. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. അനൽ, ഞങ്ങൾ അനുകൂട്ടാന്ന് വിളിക്കുന്നത്. അനൽ എലിസബത്ത്. സെറ്റപ്പോളൊക്കെ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കൗണ്ടറുകളൊക്കെ, ജ്യൂസ് കൗണ്ടറുകൾ. കല്യാണ മണ്ഡപം ചെയ്യുന്ന ആളിലെ പ്രാക്ടീസ് ചെയ്ത് നടക്കുന്നത്. കൗണ്ടർ, അടുത്ത ഫുഡ് കൗണ്ടർ ഇവിടെ തിരിയുന്നുണ്ട്. അടുത്ത ഫുഡ് കൗണ്ടർ ഇവിടെയുണ്ട്. മൊത്തത്തിൽ 3 ഫുഡ് കൗണ്ടറുകളുണ്ട്. അപ്പോൾ നമ്മുടെ സഹോദരന്മാരൊക്കെ ഇതിൽ നടക്കും. അവിടെ കെട്ടും നീനെ കൊണ്ട് വിട്ടുപോണ്. അപ്പോൾ നമ്മുടെ ചെറുക്കനും പെണ്ണുങ്ങളും ഇവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ആർമാദിക്കും അല്ലേ? ജ്യൂസ് കുടിച്ചൊന്നും ആർമാദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അല്ലല്ല, അവർക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. തന്നെയല്ല, ലൈവല്ല. നീ എവിടെയാണ്? നിന്നെ കണ്ടിട്ടില്ല. ഞാൻ അവൻ്റെ കിട്ടുന്ന ഇറക്കൻ്റെ മൂത്ത ചേട്ടൻ കേട്ടോ. ചേട്ടത്തിയും ചേട്ടനുമാണ് നിൽക്കുന്നത്. പെങ്ങളാണ് പുറകെ നിൽക്കുന്നത്.
ഐസ്ക്രീം തിന്നോണ്ടിരിക്കണം കേട്ടോ. ഇല്ല കഴിച്ചില്ല. ഷുഗറുള്ളല്ല, നീ ഇത്ര ഐസ്ക്രീം കഴിക്കേണ്ട കാര്യം കേട്ടോ. അതില്ല, അതുകൊണ്ട് നീ കാര്യമായിട്ട് കഴിക്കണമായിരുന്നു. ചേച്ചി ഇത് അടിപൊളിയായിട്ട് ഇത് കിട്ടും. നമ്മുടെ മൂത്ത മകള് ജിജോയ്ക്ക് അലീനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. ജിജോയ്ക്ക് അലീനെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന്. നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ അറേഞ്ച്മെന്റ് നടക്കും കേട്ടോ. എലിക്കുട്ടിയും മീഡിയ കുടുംബത്തിൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.